യേശുനാഥൻ അമൃതധാര അമൃതധാര അമൃതധാര. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 22 അധ്യായം 14 വാക്യമാണ് നമ്മുടെ ചിന്താവിഷയം. വെളിപ്പാട് പുസ്തകം 22 അധ്യായം 14 വാക്യം. വെളിപ്പാട് പുസ്തകം നമുക്കറിയാം വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ ഒടുവിലത്തെ പുസ്തകമാണ്. പഴയ നിയമത്തിൽ 39 പുസ്തകമുണ്ട്, പുതിയ നിയമത്തിൽ 27 പുസ്തകമുണ്ട്. പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകം ദാനിയേൽ പ്രവചനമാണ്. പുതിയ നിയമത്തിലെ 27ാമത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. ഈ 27ാമത്തെ പുസ്തകത്തിന് ചില സമാനതകളുണ്ട്, ചില സാദൃശ്യങ്ങളുണ്ട്. പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനം വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രേഷ്ഠമായ പ്രവചനങ്ങളാണ്. വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തരികയാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ദാനിയേൽ പ്രവചനത്തിൻ്റെ 11 അധ്യായം വായിക്കുമ്പോൾ വരാൻ പോകുന്ന ഭയങ്കരമായ യുദ്ധത്തെക്കുറിച്ച് കാണാം. ഇനി വരാനിരിക്കുന്ന യുദ്ധം, തെക്കേ രാജ്യവും വടക്കേ രാജ്യവും തമ്മിലുള്ളതായ യുദ്ധം എന്ന് പറഞ്ഞ് അവിടെ വിശദീകരിക്കുന്നത് ഒരു 3-ാം ലോകമഹായുദ്ധത്തെക്കുറിച്ചാണ്. ഭയങ്കരമായ യുദ്ധം നടക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. യേശുക്രിസ്തുവും അന്തിക്രിസ്തുവിൻ്റെ സൈന്യവും തമ്മിലുള്ളതായ യുദ്ധം, യേശുക്രിസ്തുവും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ ദൂതന്മാരും അന്തിക്രിസ്തുവിനോടും അവൻ്റെ ദുരാത്മാക്കളോടും യുദ്ധം ചെയ്യുന്ന ഭീകരമായ സംഘട്ടനം, അതാണ് ദാനിയേൽ പ്രവചനം 11 അധ്യായത്തിൽ. വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിൽ 27ാമത്തെ പുസ്തകമാണ്. അതും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചന ഗ്രന്ഥമാണ്. വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇതുവരെ മറഞ്ഞിരുന്നത് ഇപ്പോൾ വെളിച്ചത്താക്കിയിരിക്കുന്നു. അപ്പോക്കാലിപ്സ് ഇതുവരെ മറഞ്ഞിരുന്നത്, ദാറ്റ് വിച്ച് വാസ് ഹിഡൻ, ഇതുവരെയും മറഞ്ഞിരുന്നത്, ഇതുവരെയും മറച്ചു വെച്ചിരുന്നത്, ദാറ്റ് വിച്ച് വാസ് ഹിഡൻ, മറച്ചു വെച്ചിരുന്നത്, അത് ഇറ്റ് ഈസ് റിവീൽഡ്, അത് വെളിപ്പെടുത്തുന്നു, അത് വെളിപ്പെടുത്തി തരുന്നു വെളിപ്പാട് പുസ്തകം. വരാനിരിക്കുന്ന കാര്യങ്ങൾ മറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പോസ്തലനായ യോഹന്നാന് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. ഡൊമീഷ്യൻ ചക്രവർത്തി ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്, റോമൻ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ കഴിയുന്ന കാലത്ത്, ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാൻ ശ്ലീഹായെ നാട് കടത്തി പത്മോസിലേക്ക്. തിളച്ച എണ്ണയിലിട്ട് വറുക്കാൻ നോക്കി, പക്ഷേ ഒരു കേട് പറ്റിയില്ല. അപ്പോസ്തലന്മാർ പലരും രക്തസാക്ഷികളായി മരിച്ചു. യോഹന്നാൻ ശ്ലീഹ രക്തസാക്ഷിയായി മരിച്ചില്ല. തിളയ്ക്കുന്ന എണ്ണയിലേക്കാണ് ഇട്ടത്, പക്ഷെ ഒരു കേടും പറ്റിയില്ല. ഇതെല്ലാം ചരിത്ര സംഭവങ്ങളാണ്. എന്നാൽ പത്മോസ് ദ്വീപിൽ ഏകാഗിയായി കഴിയുന്ന കാലത്ത് അപ്പോസ്തലനായ യോഹന്നാന് ദൈവികമായ വെളിപ്പാടുകളുണ്ടായി, ദിവ്യ ദർശനങ്ങളുണ്ടായി, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ദർശനങ്ങൾ. ആദ്യത്തെ 1, 2, 3 അധ്യായം കഴിഞ്ഞ് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയും, ഇവിടെ കയറി വരുവീൻ എന്ന ദൈവം അപ്പോസ്തലനെ വിളിക്കുന്നു. ഇവിടെ കയറി വരുവീൻ, ദൈവസന്നിധിയിലേക്ക് വിളിക്കുകയാണ്. ഭൂമിയിൽ ശരീരോടെ ഇരിക്കുന്നു, പക്ഷേ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് വിളിക്കുന്നു. സ്വർഗീയ ദർശനങ്ങൾ കാണിച്ചു കൊടുക്കുവാനായി, വെളിപ്പാടുകൾ കൊടുക്കുവാനായി വിളിക്കുന്നു. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇനി സംഭവിക്കാനുള്ളതായ കാര്യങ്ങൾ എങ്ങനെയെല്ലാമെന്ന് എന്തെല്ലാമെന്ന് അപ്പോസ്തലനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ വെളിപ്പാടുകൾ എല്ലാം ക്രോഡീകരിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകത്തിന് ചില പ്രത്യേകതകളുണ്ട്. 1-ാമത്തെ പുസ്തകം മനുഷ്യജാതിയുടെ ഉത്ഭവത്തെ കുറിക്കുന്നു. ഒടുവിലത്തെ പുസ്തകം മനുഷ്യജാതിയുടെ പരമമായ അന്ത്യത്തെ കാണിക്കുന്നു. 1-ാമത്തെ പുസ്തകം ഏദൻ തോട്ടത്തിൽ നിന്ന് ദുഃഖത്തോടെ ഇറങ്ങിപ്പോകുന്ന മനുഷ്യനെ കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകം പർദീസായിലേക്ക്, പുതിയ ആകാശഭൂമിയിലേക്ക്, പുതിയ തോട്ടത്തിലേക്ക്, പുതിയ യെരൂശലേമിലേക്ക് മനുഷ്യൻ മടങ്ങി വരുന്നതിനെ കാണിക്കുന്നു. 1-ാമത്തെ പുസ്തകം സാത്താൻ ജയിക്കുന്നതിനെ കാണിക്കുന്നു. ഒടുവിലത്തെ പുസ്തകം സാത്താൻ തോൽക്കുന്നതിനെ കാണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം മനുഷ്യൻ്റെ വീഴ്ചയെ കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകം മനുഷ്യൻ്റെ ഉദ്ധാരണത്തെ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെ പുസ്തകത്തിൽ മനുഷ്യൻ ദുഃഖിതനായി
പാപത്താൽ ബന്ധിതനായി, ദൈവിക തേജസ് നഷ്ടപ്പെട്ടവനായി, ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെട്ടവനായി ഇറങ്ങിപ്പോകുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവിക സാദൃശ്യമുണ്ട്, ദൈവിക സ്വരൂപമുണ്ട്. ദൈവത്തോടുകൂടെ വസിക്കുവാൻ അവൻ മാറ്റപ്പെടുന്നു, അവൻ അനുഗ്രഹിക്കപ്പെടുന്നു. ഒന്നാമത്തെ പുസ്തകത്തിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. എന്നാൽ ഒടുവിലത്തെ പുസ്തകത്തിൽ ദൈവം മനുഷ്യരോട് കൂടാരമടിക്കുന്നത്. ആ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവം മനുഷ്യരോട് വസിക്കുന്നു. അതിമനോഹരമായ ചില സാദൃശ്യങ്ങൾ ഇങ്ങനെ കാണാം നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പുതിയ ആകാശം പുതിയ ഭൂമിയും കാണിച്ചു തരുന്നു. ഒന്നാമത്തെ പുസ്തകത്തിലോ ആകാശഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ മനോഹരമായ സാദൃശ്യങ്ങളുള്ള ഈ പുസ്തകം വളരെ വിലപ്പെട്ട ചില പാഠങ്ങൾ നമുക്ക് തരുന്നുണ്ട്, വിലയേറിയ പാഠങ്ങൾ. വരാനിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പറയുകയാണ് നിത്യത, മനുഷ്യൻ്റെ ഭാവി എങ്ങനെയെന്ന്. നിത്യത അനന്തതയാണ്. അറുതിയില്ലാത്ത കാലമാണ്, അവസാനമില്ലാത്ത കാലമാണ്, അന്തമില്ലാത്ത കാലമാണ്, ഒരിക്കലും തീരാത്ത കാലമാണ്. നമ്മളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. നമ്മളെല്ലാവരും ഒരു ദിവസം മരണത്തിൻ്റെ വാതിലിൽ കൂടി നാം അപ്പുറത്തേക്ക് കടന്നു പോകും. മരണമെന്ന തെരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് നാം കടന്നു പോകും. ഇഹലോക ജീവിതത്തിൽ നാം കടന്നു പോകും. അതെല്ലാവർക്കും ഉണ്ട്. നാം എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട നിത്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അനുഭവം എന്ത് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി കാണിച്ചു തരുന്നു. ഇപ്പോൾ നാം വായിച്ച വേദഭാഗത്ത് കാണുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന അനുഗ്രഹവും ശാപവും അവിടെ കാണിച്ചു തരുന്നു. എന്താണത്? ചിലരകത്തും ചിലർ പുറത്തും, ചിലർ സ്വർഗായത്തിനകത്തും ചിലർ സ്വർഗായത്തിന് പുറത്തും. സ്വർഗരാജ്യത്തിനകത്ത് ചിലർ കഴിയുന്നു, സ്വർഗരാജ്യത്തിന് പുറത്ത് ചിലർ കഴിയുന്നു. സങ്കടകരമാണ്. പുറത്ത് നിൽക്കുന്നവർ നിലവിളിക്കുന്നു, പക്ഷേ കേൾപ്പാൻ ആരുമില്ല. സ്വർഗരാജ്യത്തിന് പുറത്ത് ചിലർ നിൽക്കുന്നു, സ്വർഗരാജ്യത്തിനകത്തേക്ക് ചിലർ ആനയിക്കപ്പെടുന്നു, അനുഗ്രഹിക്കപ്പെടുന്നു. സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് എന്നാണ് ഒടുവിലത്തെ അധ്യായത്തിലെ ഈ പാരഗ്രാഫ് തുടങ്ങുന്നത്. സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാഴട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഓമേഗയും, ഒന്നാമൻ ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവൻ്റെ പക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും, പുതിയ യെരൂശലേം നഗരം, ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ചിലരകത്ത് ചിലർ പുറത്ത്. സഹോദരങ്ങളെ, ഈ വാക്യം വായിച്ച് നാം ധ്യാനിക്കുന്നതിന് മുൻപ് ഒരു സെക്കൻഡ് നിങ്ങൾ ചിന്തിക്കൂ. നിത്യതയിൽ ഞാനന്ന് അകത്തായിരിക്കുമോ പുറത്തായിരിക്കുമോ? പുതിയ യെരൂശലേം എന്ന ആ പുതിയ നഗരത്തിൻ്റെ അകത്തായിരിക്കുമോ അതോ ഞാൻ പുറത്തായി പോകുമോ? വ്യക്തമായി പറയുകയാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാമെന്നാണ് കർത്താവ് പറയുന്നത്. ആത്മാവ് അങ്ങനെയാണ് പറയുന്നത്. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതി ചെയ്യുന്നവൻ ഇനിയും നീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാഴട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ. വ്യക്തമായി പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അനീതി ചെയ്യണമോ? ചെയ്തുകൊള്ളൂ. എല്ലാം പറഞ്ഞു തന്നല്ലോ. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നീതി ചെയ്യണമോ? ചെയ്തുകൊള്ളൂ. എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നു. അഴുക്കുണ്ടോ? അഴുക്കിൽ രസിച്ചുകൊള്ളൂ. വേണ്ട എന്ന് പറയുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനിട്ട് തരുന്നു. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. സ്തോത്രം. ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഓരോരുത്തരും കിട്ടുകയാണ്, പ്രതിഫലം കിട്ടുകയാണ്. കൂലി അവൻ്റെ കയ്യിലും പ്രതിഫലം അവൻ്റെ പക്കലുമുണ്ട്. പ്രതിഫലം തരാനായിട്ട് അവൻ വരും. ഓരോരുത്തരും വിശ്വസ്തരായി വിശുദ്ധരായി ജീവിച്ചവർക്ക് പ്രതിഫലം ലഭിക്കുന്നു. വിശ്വസ്തരായി വിശുദ്ധരായി ജീവിച്ചവർക്ക്
ദൈവത്തിന് സ്തോത്രം. ദൈവത്തോടുള്ള സഹിത്വത്തിൽ ജീവിച്ചവർക്ക് പ്രതിഫലം കിട്ടുന്നു. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിച്ചവർക്ക് പ്രതിഫലം കിട്ടുന്നു. കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഫെലോഷിപ്പിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. ജീവനുള്ള ദൈവത്തോട്, പിതാവായ ദൈവത്തോടും എൻ്റെ പുത്രനായ ക്രിസ്തുവിനോടുള്ളതായ കൂട്ടായ്മ. നമ്മുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു എന്ന് അപ്പോസ്തലനായ യോഹന്നാൻ ലേഖനത്തിൽ എഴുതി. പിതാവായ ദൈവത്തോടും പുത്രനായ യേശു ക്രിസ്തുവിനോടുള്ളതായ കൂട്ടായ്മ അത് ആത്മാവിലുള്ള കൂട്ടായ്മയാണ്, പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ്മയാണ്. അങ്ങനെ ജീവൻ്റെ പക്ഷത്തിൽ അധികാരം വേണമെങ്കിൽ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂട്ടായ്മ വേണം. നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏത് വേണമെന്ന്. വ്യക്തമായി ഒടുവിലത്തെ പുസ്തകത്തിൽ വ്യക്തമായി പറയുകയാണ്. നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാഴട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമൻ ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. വസ്ത്രം അലക്കണം. ഈ ഭൂമിയിൽ വെച്ച് വസ്ത്രം അലക്കണം. ഈ ആയുസ്സിൽ വസ്ത്രം അലക്കണം. ഈ ശരീരത്തിൽ ജീവനുള്ള കാലത്ത് വസ്ത്രം അലക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? ശരീരത്തിൽ ജീവനുള്ള കാലത്ത് വിശുദ്ധീകരണം പ്രാപിക്കണം. കറകൾ കഴുകപ്പെടണം, മാലിന്യങ്ങൾ മാറ്റപ്പെടണം, അശുദ്ധി നീക്കപ്പെടണം, എല്ലാ അഴുക്കും മാറണം. ഇവിടെ വെച്ച് സാധിച്ചു കിട്ടണം. വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. എങ്ങനെയാണ് വസ്ത്രം അലക്കുന്നതെന്ന് ഈ ദൈവപുസ്തകത്തിൽ തന്നെ പറയും. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്നാണ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, പീഡയേറ്റ് വലഞ്ഞു വന്നവരാണ്, ദുരിതമേറ്റ് പെടഞ്ഞവരാണ്, യാതനകളേറ്റ് വലഞ്ഞവരാണ്. പക്ഷേ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, അവർ തങ്ങളുടെ വസ്ത്രം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. വായിക്കാം. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആര്, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രക്തത്തിൽ അലക്കി വെളുപ്പ് നിറം കിട്ടി. എന്താണ് ഇതിന്റെ അർത്ഥം? വിശുദ്ധമായി എന്നർത്ഥം. രക്തത്തിൽ, കുഞ്ഞാടിന്റെ രക്തത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുവിലാവിൽ നിന്നൊഴിയ രക്തത്തിൽ തങ്ങളുടെ ജീവിത വസ്ത്രം അലക്കിയെടുത്തു, ജീവിതം കഴുകിയെടുത്തു, ജീവിതം വിശുദ്ധമായി. ഇവിടെ വെച്ചത് സാധിക്കും. ഈ ശരീരത്തിലിരിക്കുമ്പോൾ അത് സാധിക്കും. ഏത് കൊടിയ പാതകം ചെയ്താലും ഈ ശരീരത്തിലിരിക്കുമ്പോൾ എല്ലാം ക്ഷമിച്ചു കിട്ടും. ഏത് മഹാപാതകം ചെയ്താലും, ഏത് മ്ലേച്ഛ പാപം ചെയ്താലും, ഏതെല്ലാം കുൽസിത പ്രവൃത്തികളിൽ കുടുങ്ങിപ്പോയാലും ഈ ശരീരത്തിലിരിക്കുമ്പോൾ അതിനെല്ലാം മോചനമുണ്ട്. ഇവിടെ വെച്ച് അനുദപിച്ചാൽ മോചനമുണ്ട്. ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ വിമോചനമുണ്ട്. ഇവിടെ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാൻ മനസ്സ് വെച്ചാൽ ഇവിടെ വെച്ച് കഴുകൽ കിട്ടും. മരണശേഷം അത് സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ആയുസ് വിലപ്പെട്ടതെന്ന് പറയുന്നത്. നമ്മുടെ ആയുസ് വിലയേറിയതാണ്. ഈ ആയുസ്സിൽ വേണം നമുക്ക് സ്വർഗം വേണമോ നരകം വേണമോ എന്ന് തീരുമാനിക്കാൻ. മരണശേഷമുള്ള സ്വർഗം, മരണശേഷമുള്ള നരകം ഏതാണ് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള സമയം ഈ ഭൂമിയിൽ ആയുഷ്കാലമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ചുരുങ്ങിയൊരു കാലം മാത്രം. നിത്യതയോട് താരതമ്യപ്പെടുത്തിയാൽ ഈ ആയുസ് എന്ന് പറയുന്നത് എത്രയോ നിസ്സാരമാണ്. 1000-ഓ 10,000-ഓ വർഷമല്ല, ലക്ഷങ്ങളല്ലോ കോടികളല്ല, കോടാനകോടി വർഷങ്ങൾ തീരില്ല. നിത്യത അനന്തമാണ്. അനന്തമായ നിത്യത, ഒരിക്കലും തീരാത്ത നിത്യത. അത് യാതനയാകണോ വേണ്ടത് അതോ സ്വർഗ സൗഭാഗ്യമാണോ വേണ്ടതെന്ന് ഓരോരുത്തരും അവരവരാണ് തീരുമാനിക്കേണ്ടത്. അതിൽ മറ്റാർക്കും അതിനകത്ത് യാതൊരു അഭിപ്രായം പറയുവാൻ അവകാശമില്ല. എൻ്റെ കാര്യത്തിൽ ഞാനാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഭാര്യ തീരുമാനമെടുത്താൽ പോരാ, നിങ്ങളുടെ മക്കൾ തീരുമാനമെടുത്താൽ പോരാ, നിങ്ങളുടെ ഭർത്താവ് തീരുമാനമെടുത്താൽ പോരാ, മാതാപിതാക്കൾ തീരുമാനമെടുത്താൽ പോരാ. അവനവനാണ് തീരുമാനിക്കേണ്ടത്, ഞാൻ സ്വർഗത്തിൽ പോകണമോ അതോ ഞാൻ നരകത്തിൽ പോകണമോ എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, സ്വർഗമുണ്ട്, നരകമുണ്ട്, ക്രിസ്തുവുണ്ട്, എതിർ ക്രിസ്തുവുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. സ്വർഗ സൗഭാഗ്യമുണ്ട്, നരകഭീകര യാതനയുണ്ട്. വിശ്വസിക്കൂ, സത്യമാണിത്. ഒരു ദിവസം നാം നേരിൽ കാണുമല്ലോ, എല്ലാം നേരിൽ കാണും. ഇപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. എല്ലാം നേരിൽ കാണുന്നൊരു സമയം വരും.
അന്ന് പക്ഷേ തിരിയാൻ സമയമില്ല, അന്ന് മാനസാന്തരപ്പെടാൻ അവസരമില്ല, അന്ന് മനം തിരിയാൻ സാധ്യതയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ജീവിതം അലക്കിയെടുക്കണം, ജീവിതം കഴുകിയെടുക്കണം. ഓരോന്നോരോന്ന് ചിന്തിച്ചാൽ അന്തം കാണുമോ? അങ്ങ് പഴയ കാലം മുതൽ ഓർമ്മ വെച്ച കാലം മുതലുള്ള ജീവിതം തിരിഞ്ഞു നോക്കിയാൽ എന്തെല്ലാം തെറ്റുകളാണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ആർക്കുണ്ട് അഭിമാനിക്കാൻ? ആർക്കുണ്ട് ഞാൻ പൂർണ്ണനായി എന്ന് പറയാൻ? ആർക്കും സാധ്യമല്ല. തെറ്റുകളുടെ കൂമ്പാരമല്ലേ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയത്. എത്രയെത്ര പാപങ്ങൾ! നമ്മുടെ ചിന്താമണ്ഡലം മുഴുവൻ പാപമായിരുന്നില്ലേ? തീരെ കൊച്ചുകുട്ടിയായിരുന്ന കാലം മുതലേ അശുദ്ധമായ ചിന്തകൾ ഹൃദയത്തിൽ കടന്നു വരുന്നു, തലച്ചോറിൽ കടന്നു വരുന്നു. ബുദ്ധി പാപത്തിന് വിട്ടുകൊടുക്കുന്നു. ചിന്താമണ്ഡലം പാവമായിത്തീരുന്നു, വികാരമണ്ഡലം പാവമായിത്തീരുന്നു. വികാരങ്ങളും വിചാരങ്ങളും പാവം. തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു എന്ന് പ്രവാചകനായ യെശയ്യാ പറഞ്ഞത് അർത്ഥവത്താണ്. അത് പറഞ്ഞതിൻ്റെ അർത്ഥം തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. എന്താണത്? തലയിലെ ചിന്തകൾ, വിചാരങ്ങളെല്ലാം പാവം, ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ അതെല്ലാം പാവം. തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ട് പോലുമില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയെ അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല, ഇസ്രായേലോ ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ചു, പിറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ അടിച്ചിട്ടെന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വർണ്ണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശോഭിച്ചിട്ട് പോലുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് എണ്ണ പുരട്ടാം, ഇന്ന് ഗലിയാദിൽ സൗന്ദര്യമെടുത്ത് പുരട്ടാം, ഇന്ന് ഗോകുൽത്തായിലെ തിരക്തത്താൽ കടൽ പ്രാപിക്കാം. ഇന്ന് ഏത് പാപിക്കാൻ രക്ഷയുണ്ട്? എത്ര ഹീനജീവിതം നയിച്ചവൻ രക്ഷയുണ്ട്? ഇന്ന് ജീവിതം കഴുകിയെടുക്കാം. അതുകൊണ്ട് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് ഒടുവിലത്തെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ ജീവിതവസ്ത്രം ഇനിയും അലക്കേണ്ടതില്ലേ? എനിക്ക് ചില കഴുകൽ കിട്ടേണ്ട കാര്യങ്ങളില്ലേ? എൻ്റെ സ്വാർത്ഥത പോയോ? എൻ്റെ അഹങ്കാരം പോയോ? എൻ്റെ തന്നിഷ്ടം പോയോ? മാതാപിതാക്കളോടുള്ള അനുസരണക്കേട് പോയോ? ഭർത്താവിന് വിനയപ്പെടാതെ ധിക്കാരമായി പറഞ്ഞതും പെരുമാറിയതും പോയോ? ഭാര്യയെ സ്നേഹിക്കാതെ കരുതലില്ലാതെ ആ സാധു സ്ത്രീയെ വേദനിപ്പിച്ചത് പോയോ? മക്കളെ കരുതാതെ അവരെക്കുറിച്ച് അല്പം പോലും വേദനയില്ലാതെ അവർ നാനാവിധം നഷ്ടപ്പെട്ടു പോകുന്ന കണ്ടിട്ട് കരയാൻ സാധിക്കാതെ പോയോ? നിങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ കരയാതിരുന്നുവോ? ദൈവത്തിന് സ്തോത്രം. അവരെ ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കാതിരുന്നുവോ? ഈ ലോകത്ത് നിങ്ങൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അവർക്ക് ജോലി ഉണ്ടാക്കി കൊടുത്തു, അവർക്ക് നല്ല സ്ഥാനമാനങ്ങൾ കൊടുത്തു, അവർക്ക് വീട് വെച്ച് കൊടുത്തു. ഈ ലോകത്ത് മക്കൾക്ക് വേണ്ടി പലതും നാം കരുതി, നല്ലത്. പക്ഷേ അവരുടെ ആത്മാവിൻ്റെ കാര്യമോ മരണശേഷമുള്ള കാര്യമോ? അവിടെ സ്വർഗീയ കൊട്ടാരം അവർക്ക് വേണ്ടി കരുതാൻ നിങ്ങൾക്ക് സാധിച്ചുവോ? സ്വർഗീയ കൊട്ടാരം, ദ ഹെവൻലി പാലസ്, അത് കൊടുക്കാൻ സാധിച്ചുവോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ മോൻ ഇന്ന് മരിച്ചാൽ അവൻ ദൈവരാജ്യത്തിൽ പോകുമോ? എൻ്റെ മോൾ ഇന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ പോകുമോ? എൻ്റെ മക്കൾ ഇന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ പോകുമോ? ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അവരെക്കുറിച്ച് നിങ്ങൾക്ക് ആവലാതിയുണ്ട്. അവർക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേവലാതിയുണ്ട്. അവർക്ക് ടെസ്റ്റ് പാസ്സാകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. അവർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേദനയുണ്ട്. അവരുടെ വിവാഹം നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? മക്കൾ നശിക്കുന്നതിൽ പ്രയാസമുണ്ടോ? അനേകരിന്നും വേദനിച്ച് പൊളയുന്നുണ്ട് മക്കളെക്കുറിച്ച്. പക്ഷേ അവർ ചെയ്യുന്നില്ല. അപ്പനും പാവത്തിൽ കിടക്കുന്നു, മോനും പാവത്തിൽ കിടക്കുന്നു, ഭർത്താവും പാവത്തിൽ കിടക്കുന്നു, ഭാര്യയും പാവത്തിൽ കിടക്കുന്നു. ആർക്കും അതിൽ നിന്ന് കയറണമെന്ന് വിചാരമില്ല. പിന്നെ മക്കൾ എങ്ങനെ ശരിയാകും? എന്നാൽ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് നല്ല ഉദ്യോഗമുണ്ട്, അതിൽ സംതൃപ്തരായി അഭിമാനം കൊണ്ട് കഴിയുന്നവരുണ്ട്. എന്തഭിമാനിക്കാൻ? കർത്താവായ യേശു ക്രിസ്തു ഇല്ലെങ്കിൽ അഭിമാനിക്കാൻ ഒന്നുമില്ല. യേശു ക്രിസ്തു ഹൃദയത്തിലില്ലെങ്കിൽ സന്തോഷിക്കാനൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ജീവിതവസ്ത്രം നാം കഴുകിക്കൊള്ളണം. വസ്ത്രം വിലക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നാൽ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോഴാണ് കാര്യം ഗൗരവം. എന്താണ്? ചിലരെല്ലാം പുറത്തു നിൽക്കും,
നായ്ക്കൾ പുറത്ത്. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും ബിംബാരാധികളും കൊലപാതകന്മാരും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ദൈവത്തിന് സ്തോത്രം. ആരൊക്കെ? നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ദൈവത്തിന് സ്തോത്രം. 14-15 വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾക്കാം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ദൈവത്തിന് സ്തോത്രം. തിന്മ ചെയ്യുന്നതിനേവനും പുറത്തു തന്നെ. സങ്കടകരമാണ്. പുറത്തു നിൽക്കേണ്ടി വരും. അകത്തേക്ക് പ്രവേശനം കിട്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, പാവമുള്ളവരാരും അകത്തേക്ക് പ്രവേശനം കിട്ടുകയില്ല. എടുത്തു പറയുന്നു, നായ്ക്കൾ, അവർക്ക് പ്രവേശനം കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പുറമേ കാണുന്ന നായ്ക്കളല്ല. പുറമേ കാണുന്ന നായ്ക്കൾ മൃഗങ്ങളല്ലേ? അവയ്ക്ക് ആത്മാവില്ലല്ലോ. അവർക്ക് സ്വർഗമോ നരകമോ എന്ന് വിവേചിക്കേണ്ട ആവശ്യമില്ല. കാരണം മൃഗങ്ങൾക്ക് ആത്മാവില്ലാത്തതുകൊണ്ട് നരകമോ സ്വർഗമോ അത് ചിന്താവിഷയമല്ല. ആത്മാവല്ലേ നരകത്തിലോ സ്വർഗത്തിലോ പോകുന്നത്. മനുഷ്യൻ്റെ കാര്യമാണ് പറയുന്നത്. നായ്ക്കൾക്ക് തുല്യമായി മനുഷ്യർ. എന്താണ് നായിൻ്റെ പ്രത്യേകത? വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. നായിന്റെ പ്രത്യേകത. യെശയ്യാ 56:10. അവന്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വഹിയാത്ത ഊമനായ്ക്കൾ തന്നെ. നായ്ക്കൾ കുരയ്ക്കുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? കുരയ്ക്കാൻ വയ്യാത്ത ഊമനായ്ക്കളോ? നായ്ക്കൾ ഊമകളാണ്. മിണ്ടാൻ പറ്റുന്നില്ല, മിണ്ടില്ല. നായ്ക്കൾ വളർത്തുന്നുണ്ട്, ചോറ് കൊടുക്കുന്നുണ്ട്, അതിന് ആഹാരം കൊടുക്കുന്നുണ്ട്, നല്ല ഫലപുഷ്ടികൾ ആഹാരം കൊടുക്കുന്നുണ്ട്, നല്ല കൊഴുത്ത് മെഴുത്ത് വളരുന്നുണ്ട്. പക്ഷേ മിണ്ടില്ല. നായിന് മിണ്ടാൻ വയ്യ. ഊമ നായ്ക്കളാണ്. കുരപ്പാൻ സാധിക്കുകയില്ല. കുരപ്പാൻ വയ്യാത്ത ഊമ നായ്ക്കൾ. ഇന്ന് നമ്മിൽ പലരും യജമാനൻ്റെ സ്വത്ത് കാവൽ ചെയ്യുവാൻ മടിച്ചു നിൽക്കുന്നു. യജമാനൻ്റെ സ്വത്ത് കാവൽ ചെയ്യേണ്ടവരാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? യജമാനൻ്റെ സ്വത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവാണ്. ഈ ആത്മാവിനെ കാവൽ ചെയ്യുന്നില്ല. നമ്മുടെ ആത്മാവിൻ്റെ കാര്യം ആരും ചിന്തിക്കുന്നില്ല. ആത്മാവിൻ്റെ കാര്യം ആരും ഗൗനിക്കുന്നില്ല. ഇന്ന് ഞാൻ മരിച്ചാൽ ദിവ്യരാജ്യത്തിൽ പോകുമോ? ആരും ചിന്തിക്കാറില്ല. ചിന്തിക്കണം പ്രിയരെ, ചിന്തിക്കണം. മരിക്കുമല്ലോ. ഇന്ന് എൻ്റെ പ്രാണൻ പോയാൽ എൻ്റെ ആത്മാവ് ദിവ്യരാജ്യത്തിൽ പോകുമോ? ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ കാര്യം ചിന്തിക്കണം. ആത്മാവിനെക്കുറിച്ച് കരുതൽ വേണം. ആത്മാവിനെ കരുതാതെ നാം ഇങ്ങനെ നിശ്ചിന്തരായി പോയാൽ നാശത്തിലേക്കാണ് നാം പോകുന്നത്. ആത്മാവിനെക്കുറിച്ച് കരുതൽ വേണം. നമ്മുടെ ആത്മാവിനെക്കുറിച്ച് ദൈവത്തിന് കരുതലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ രക്ഷിക്കാൻ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് തിരുവതാരം ചെയ്തു. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്നു. യേശുക്രിസ്തു 33 കൊല്ലം ജീവിച്ചു. ഒടുവിലത്തെ 3.5 വർഷം യേശുക്രിസ്തു പരിശുശ്രൂഷ ചെയ്തു. പരിശുശ്രൂഷ ചെയ്തതായ കാലങ്ങളിൽ യേശുക്രിസ്തു 200 നാഴിക ചുറ്റളവിനുള്ളിൽ യേശുക്രിസ്തു സഞ്ചരിച്ചു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കി. യേശുക്രിസ്തു പാപികൾക്ക് പാപമോചനം കൊടുത്തു. യേശുക്രിസ്തു മനുഷ്യരുടെ കല്ലിച്ച ഹൃദയങ്ങളെ തകർന്ന ഹൃദയങ്ങളാക്കി മാറ്റി. യേശുക്രിസ്തു മനുഷ്യരോട് ജീവിച്ചു. അവരെ പോലെ ജീവിച്ചു, അവരെ പോലെ ഭക്ഷിച്ചു, അവരെ പോലെ പാനം ചെയ്തു, അവരെ പോലെ ഉറങ്ങി. എന്നാലോ മനുഷ്യരെ പോലെ പാപം ചെയ്തില്ല. യേശുക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു. സഹോദരങ്ങളെ, പാവമില്ലാത്തനായ യേശുക്രിസ്തു എന്തിനാണ് ക്രൂശിക്കപ്പെട്ടത്? ഒരു പാവം ചെയ്യാത്തനായ യേശുക്രിസ്തുവിന് എന്താണ് ക്രൂശ് മരണം വന്നത്? യേശുക്രിസ്തു നമ്മുടെ പാവം മുഴുവൻ വഹിച്ചു. അതുകൊണ്ട് പാപി ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. പാപി ശിക്ഷ അനുഭവിക്കണം. പാപത്തിന് ശമ്പളം മരണമാണ്. പാപത്തിന് ശമ്പളമായ മരണം യേശുക്രിസ്തു ഏറ്റെടുത്തു. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ പാവം മുഴുവൻ യേശുവിൻ്റെ തലമേലായി. എൻ്റെ സ്വഭാവ ദൂഷ്യം, എൻ്റെ ജീവിതത്തിലുള്ളതായ മാലിന്യങ്ങൾ, എൻ്റെ ഹൃദയത്തിലുള്ളതായ ചീത്ത വികാരങ്ങൾ, എൻ്റെ മനസ്സിലുള്ളതായ ചീത്ത ചിന്തകൾ, എൻ്റെ ഹൃദയത്തിലുള്ളതായ തിന്മകൾ, ഇതെല്ലാം യേശു ഏറ്റെടുത്തു. മനുഷ്യജാതിയുടെ മുഴുവൻ്റെയും പാവം യേശു ഏറ്റെടുത്തു. അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. അതുകൊണ്ട് പാപത്തിന് ശമ്പളമായ മരണം യേശു ഏറ്റെടുക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മുടെ ശിക്ഷ ഒഴിവാക്കി തന്നു. നമുക്ക് പാപമോചനം തന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശിക്ഷ ഒഴിവാക്കി നമുക്ക് പാപമോചനം തന്ന് നമ്മെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർത്തു. അനേകരിത് അറിയുന്നില്ല. ഈ മഹാസൗഭാഗ്യത്തിൻ്റെ കാര്യം അനേകർ അറിയുന്നില്ല. എൻ്റെ കർത്താവേ, നീ എൻ്റെ പാപം വഹിച്ചല്ലോ നാം അറിയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മ വെച്ച കാലമുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എണ്ണിയാൽ തീരാത്ത പാപങ്ങളല്ലേ ഉള്ളത്. എണ്ണിയാൽ തീരുമോ? എന്തെല്ലാം പാപങ്ങളാണ്. നമ്മുടെ പെരുമാറ്റങ്ങളിൽ പാപം, സംസാരങ്ങളിൽ പാപം,
നമ്മുടെ പ്രവൃത്തികളിൽ പാവം, നമ്മുടെ മനോഭാവങ്ങളിൽ പാവം. എന്തെല്ലാം പാവങ്ങൾ! സ്വഭാവം മുഴുവൻ ഹീനമല്ലായിരുന്നു. കോപവും വാശിയും അല്ലായിരുന്നു നമ്മുടെ സ്വഭാവത്തിലുള്ളത്. വഴക്കും പിണക്കും അല്ലായിരുന്നു നമ്മുടെ സ്വഭാവത്തിലുള്ളത്. നല്ല വാശിയോടുകൂടി നല്ല തർക്കിക്കാനും തർക്കത്തിന് പറയാനും കഴിയുമായിരുന്നല്ലോ. ഇല്ലെന്ന് ചിന്തിച്ചു നോക്കൂ. അധ്യാപകരെ മാനിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളെ ആദരിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്നേഹം പൈശാചികമായ സ്നേഹമല്ലായിരുന്നുവോ? പൈശാചികമായ സ്നേഹം, ഇങ്ങോട്ട് ഉപകാരം ചെയ്യുമ്പോൾ അങ്ങോട്ട് ഉപദ്രവം ചെയ്യുന്ന സ്നേഹം, പൈശാചികമായ സ്നേഹം. മാനുഷികമായ സ്നേഹമുണ്ട്, ഇങ്ങോട്ട് ഉപകാരം ചെയ്താൽ അങ്ങോട്ട് ഉപകാരം ചെയ്യും, മാനുഷികമായ സ്നേഹം. എന്നാൽ യേശുക്രിസ്തു കാണിച്ചു തന്നു, ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യുമ്പോൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന, ഉപകാരം ചെയ്യുന്ന സ്നേഹം. അതാണ് ദൈവികമായ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. ദൈവികമായ സ്നേഹം നമുക്ക് കാണിച്ചു തന്ന് കർത്താവ് തൻ്റെ ജീവിതം മാതൃകയാക്കി തന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, കർത്താവേ, ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. ഒരു നായയെപ്പോലെ ഞാൻ ഊമനായിരിക്കുകയില്ല, ഊമനായയെപ്പോലെ ഞാൻ മലിനമായിരിക്കുകയില്ല, ഞാൻ മൂകനായിരിക്കുകയില്ല. യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ സംസാരിക്കും, യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. നിങ്ങൾക്ക് തീരുമാനിക്കാം, കർത്താവേ, എൻ്റെ പാപക്കറകൾ കഴുകിത്തരണമേ, എന്നെ നീ വീണ്ടെടുക്കണമേ, എന്നെ നീ രക്ഷിക്കണമേ, എൻ്റെ പാപങ്ങളുടെ മേൽ കണക്കിടരുതേ. ഇപ്പോൾ നാഥ, നിന്റെ തൃക്കരൻ്റെ മേൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ പാപങ്ങളൊക്കെയും കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങൾ സമർപ്പിക്കൂ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള കർത്താവേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ഈ മക്കളെ ആത്മാവിൽ കഴുകപ്പെട്ടവരായി എഴുന്നേൽപ്പിക്കാൻ മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാവബോധം നൽകണമേ, പാവത്തെക്കുറിച്ചുള്ളതായി കുറ്റബോധം നൽകണമേ, പാവത്തെക്കുറിച്ചുള്ളതായി അനുതാപം നൽകണമേ. എല്ലാവരെയും എൻ്റെ നാഥ നിന്റെ തിരുരക്തത്താൽ അവിടുന്ന് വീണ്ടെടുക്കുകയും കൃപയുടെ വഴിയിൽ കൂടി നയിക്കുകയും ചെയ്യണമേ. അവിടുത്തെ രണ്ടാമത്തവന് വേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ. പ്രൊഫസർ M.Y. യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ M.Y. യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.